ഹായ് ഓൾ, വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ലാസ്റ്റ് SSC CGL 2024 പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ ഇന്ന് ഔട്ടായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ആൻസർ കീ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. ഒരു ഷിഫ്റ്റിൽ 18ാമത്തെ ഷിഫ്റ്റിൽ നല്ല നോർമലൈസേഷൻ എഫക്റ്റും വന്നിട്ടുണ്ട്. ഇത് തന്നെയാണ് കാരണം കേട്ടോ. അല്ലാതെ നമ്മളന്ന് പറഞ്ഞ പോലെ വെറുതെ സ്കാമ് മറ്റേത് മറിച്ചത് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, നിങ്ങളിപ്പോൾ ഒരു കുറച്ച് സങ്കടത്തിൽ നിൽക്കുന്ന പല ആളുകളും വിചാരിച്ച പോസ്റ്റ് കിട്ടാത്ത ആളുകളുണ്ട്, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ കയറുമെന്ന് വിചാരിച്ച് കയറാത്ത ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെയൊക്കെ സെൻറ്റിമെൻറ്റ്സിനെ മുതലെടുക്കാൻ വേണ്ടി ഞാൻ അന്നേ പറഞ്ഞു, ഒരുപാട് പേര് സ്കാം എന്ന് പറഞ്ഞ് വരും. ഞാൻ അന്ന് പറഞ്ഞതാണ്, ഇത് ഇറസ്പോൺസിബിലിറ്റിയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. SSC എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഏജൻസി ഒന്നുമല്ല, വലിയ എന്താ പറയുക, കൃത്യമായിട്ട് നടക്കുന്ന ഏജൻസി എല്ലാം കഴിഞ്ഞ് 8 വർഷമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം ഒരുപാട് മിസ്റ്റേക്കുകളും കാര്യങ്ങളും SSCൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആ ഒരു ഇറസ്പോൺസിബിലിറ്റിയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ SSC ഒന്നുകൂടെ നന്നാവാനുണ്ട്, അല്ലെങ്കിൽ ഇവർ മാറിയിട്ട് വേറെ ഏജൻസി വരണം. ഒന്നുമില്ലെങ്കിലും ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ഏജൻസിയെങ്കിലും മാറിയിട്ട് പുതിയ ഏജൻസി വരണം. കാരണം അതാണ് നമ്മളിപ്പോൾ ഈ ഒരു ആൻസർ കീയിൽ നമ്മൾ കണ്ടത്. 18th ഷിഫ്റ്റിൽ എനിക്ക് തോന്നുന്നു 18th ഷിഫ്റ്റിൽ 9 ക്വസ്റ്റ്യനും 20th ഷിഫ്റ്റിൽ 10 ക്വസ്റ്റ്യനും റോങ് ആണ്. നോക്കിയേ, ഒരു ഇമ്പോർട്ടൻറ്റ് പരീക്ഷ നടത്തുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇടുന്നൊരു ഏജൻസി അല്ലേ, നമ്മളിപ്പോൾ നമ്മളൊരു മോക്ക് ടെസ്റ്റ് ലൈവ് മോക്ക് ഇട്ടാൽ പോലും ഇത് മാക്സിമം പോയ ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യനൊക്കെ തെറ്റുണ്ടാവും. ഇത് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരീക്ഷയിൽ 10 ക്വസ്റ്റ്യൻ 9 ക്വസ്റ്റ്യനൊക്കെ റോങ് വരിക എന്ന് പറഞ്ഞാൽ ഈ പരീക്ഷ ഇടുന്ന ഏജൻസി മാറേണ്ട സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അത് പല കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ ലോ ആണ്. 2018, 20, 22 ആ സമയങ്ങളൊക്കെ നടന്ന ഒരു ക്വസ്റ്റ്യനെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ളത് വളരെ ലോ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് ചോദിക്കേണ്ട സ്റ്റാൻഡേർഡ് പോലും ഇല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ പുറമെ ഇങ്ങനത്തെ മിസ്റ്റേക്കുകളും വരുത്തും. ഇതിലൊരുപാട് മിസ്റ്റേക്കുകൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് അല്ല, അതായത് ലാംഗ്വേജ് ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഉണ്ടാവും. അപ്പോൾ ഹിന്ദിയിൽ മിസ്റ്റേക്ക് ഉള്ളതൊക്കെ ഇവർ മിസ്റ്റേക്കായിട്ട് കൂട്ടിയിട്ട് എല്ലാവർക്കും മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ കാരണം വന്നുകൊണ്ട് തന്നെ പല ആളുകളുടെയും മാർക്ക് കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 18th ഷിഫ്റ്റുകാർക്ക് നോർമലൈസേഷനും എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് അവർക്ക് എനിക്ക് തോന്നുന്നു ഈ ആൻസർക്ക് മാറിയതുകൊണ്ട് ആവറേജ് സ്കോർ വളരെ കുറവാണ്. ഓൾറെഡി അവരുടെ ടഫ് ഷിഫ്റ്റാണ്. അതിന് പുറമെ ആവറേജ് സ്കോർ കുറവായതുകൊണ്ട് നല്ല നോർമലൈസേഷൻ 18th ഷിഫ്റ്റുകാർക്ക് കയറിയിട്ടുണ്ട്. പക്ഷേ 20ാമത്തെ ഷിഫ്റ്റുകാർക്ക് നോർമലൈസേഷൻ അത്ര എഫക്റ്റ് വന്നിട്ടില്ല. നോർമലൈസേഷൻ എനിക്ക് തോന്നുന്നു കുറഞ്ഞിട്ടേ ഉള്ളൂ. ചില ആളുകൾക്ക് സെക്ഷൻ 2 അങ്ങനെ വലിയ മാറ്റം വന്നിട്ടില്ല, പക്ഷേ സെക്ഷൻ 1 ചില ആളുകൾക്ക് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് താഴോട്ട് പോകും തോറും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. മുകളിൽ മാർക്കുള്ള ആൾക്ക് പിന്നെ അത്ര വലിയ പ്രശ്നം വരില്ല, പക്ഷേ താഴോട്ട് വരും തോറും മാർക്ക് നല്ലോണം കുറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളാണ്. അപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറയുന്നു, ഇനി എന്നെ നിങ്ങൾ തെറി പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പറയാനുള്ളത് ഞാൻ പറയും. കാരണം ഞാൻ കഴിഞ്ഞ 8 വർഷമായിട്ട് ഇത് കാണുന്ന ഒരാളാണ് കേട്ടോ. അതായത് ഇത് ഇറസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഒരുപാട് നമ്മൾ എല്ലാ വർഷവും കാണുന്നത്. നിങ്ങൾ വിചാരിക്കും ഈ ഒരു വർഷം പരീക്ഷ ചെയ്ത ആളുകൾ വിചാരിക്കും ഇത് ഇപ്രാവശ്യം മാത്രം നടക്കുന്നതല്ല. ഇത് കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ. ഞാനൊക്കെ 2019 പരീക്ഷ ചെയ്ത സമയത്ത് ടിയർ 2 2019 ടിയർ 2 മാത്സിൻ്റെ അന്ന് 100 ക്വസ്റ്റൻ ആയിരുന്നു. അതിൽ 5 6 ക്വസ്റ്റൻ അത് റോങ് ആയിരുന്നു. ഇത് സ്ഥിരം പരിപാടിയാണ്. എല്ലാ വർഷവും റോങ് ക്വസ്റ്റൻ അങ്ങോട്ടും ഇങ്ങോട്ടും റോങ് ക്വസ്റ്റൻ വരും, ആൻസർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പോൾ നമ്മളൊരിക്കലും റോ സ്കോറിൻ്റെ ബേസിൽ നമ്മളൊരു തീരുമാനം എടുക്കുക കേട്ടോ. അപ്പോൾ മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ, നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പോസ്റ്റ് പ്രിഫറൻസ് ഒക്കെ ഈ ഫൈനൽ ആൻസർക്ക് വന്നതിന് ശേഷം കൊടുക്കുന്ന അങ്ങനത്തെ ഒരുപാട് ആവശ്യങ്ങൾ, അതാണ് നമ്മൾ മെയിനായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ കൃത്യമായിട്ട് ആൻസറും കാര്യങ്ങളും ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക, ഇങ്ങനെ SSC നന്നാക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴേക്കും സ്കാം എന്ന് പറഞ്ഞിട്ട് ഈ റാങ്ക് ലിസ്റ്റ് കയറുന്ന കുട്ടികളെ പോലും നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ താറടിക്കുന്ന പരിപാടി അത് നിർത്തുക കേട്ടോ. നമുക്ക് നന്നാക്കാൻ നോക്കാം. അതുപോലെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, സംഭവിച്ചു. ഇനി കോടതി കേസ് എന്നൊക്കെ പറഞ്ഞ് നടക്കാം കേട്ടോ. അതിന് പിന്നാലെ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ നമ്മളിപ്പോഴത്തെ ജുഡീഷ്യറി പറ്റി നമുക്കറിയാം അല്ലേ. ഇപ്പോൾ ഒരു കേസ് പോയി കഴിഞ്ഞാൽ അത് വർഷങ്ങളോളം എടുക്കും അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരാൻ. അപ്പോൾ പല ആൾക്കാർ കേസ് പോകുന്നുണ്ട്, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക, അതൊക്കെ വേണ്ടെന്നല്ല കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ മുമ്പിൽ അടുത്ത വർഷത്തെ പരീക്ഷ വരുന്നുണ്ട്. 3 മാസം കഴിഞ്ഞാൽ CGL ടിയർ 2 പരീക്ഷ. എനിക്ക് മെയിനായിട്ട് ഇപ്പോൾ സംസാരിക്കാനുള്ളത് ഇപ്പോൾ ടിയർ 1 ക്വാളിഫൈ ചെയ്ത് ടിയർ 2 പ്രതീക്ഷ മാർക്ക് കിട്ടാത്ത ആളുകളോടാണ്. നിങ്ങൾ ഓൾറെഡി ഒരു ലെവലുള്ള ആളുകളായതുകൊണ്ടാണ് ടിയർ 1 ക്വാളിഫൈ ആയത്. SSC CGL പരീക്ഷേൻ്റെ ടിയർ 1 ക്വാളിഫൈ ആകുമെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമൊന്നുമില്ല. 18-30 ലക്ഷം ആളുകളിൽ ക്ലിയർ ചെയ്ത് ബാക്കി ലാസ്റ്റ് 1.5 ലക്ഷം ആളുകളിലേക്ക് എത്താൻ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ലെവലുള്ള ആളുകളാണ്. നിങ്ങൾ വളരെ നല്ല രീതിയിൽ ഒരു 3 മാസം കൂടെ പഠിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തിൽ പരീക്ഷ വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു 3 മാസം കൂടെ കഴിഞ്ഞാൽ മെയിൻസ് പരീക്ഷ വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോയിൽ തന്നെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 6 മാസം കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അടുത്ത പരീക്ഷയിൽ എയിം ചെയ്യാൻ പറ്റും. എപ്പോഴും നിങ്ങൾ കാര്യം ചെയ്യുക, എയിം ചെയ്യുമ്പോൾ 340+ എയിം ചെയ്യുക. ഇത് പലപ്പോഴും നമ്മൾ ഈ ഒരു മിഡ് റേഞ്ചിൽ കിടക്കുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ലക്ക് ഫാക്ടറിനെയും കൂടെ നമ്മൾ ഒന്ന് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നത്. അത് സമയം കുറച്ച് 340+ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരു ലക്ക് ഫാക്ടറിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ ഒരു 5-10 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും നമ്മൾ എന്തായാലും റാങ്ക് ലിസ്റ്റിലുണ്ടാവും. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ പഠിക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ഈ ഒരു മിഡിൽ ഒരു 310, 320, 25, 30 റേഞ്ചിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ ഭാഗ്യത്തിനെയും കൂടെ പിന്തുണക്കേണ്ടി വരും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ചെറിയൊരു ലക്ക് ഫാക്ടറും കൂടെ നമ്മൾ ഇതിലുണ്ട്. ആ ലക്ക് ഫാക്ടറും കൂടെ നമ്മൾ തുണക്കണം. അപ്പോൾ അത് ഈ ഒരു മിഡിൽ കിടക്കുന്ന ആളുകൾ ലക്ക് ഫാക്ടർ തുണച്ചില്ലെങ്കിൽ അവർ താഴോട്ട് പോകും. പക്ഷേ ടോപ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് പിന്നെ ലക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിച്ച നന്നായിട്ട് മാർക്ക് കിട്ടുന്ന പ്രതീക്ഷിച്ച ആളുകൾക്ക് നല്ല മാർക്കുണ്ട്, അവരെല്ലാം റാങ്ക് ലിസ്റ്റിൻ്റെ ടോപ്പിൽ തന്നെ ഉണ്ട്. നമ്മൾ ഈ ഒരു മിഡിൽ കിടക്കുമ്പോഴാണ് പ്രശ്നം. അപ്പോൾ നമ്മുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു രീതിയിലേക്ക് മാറ്റുക, വളരെ നല്ല രീതിയിൽ പ്രിപ്പറേഷൻ മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ടോപ്പർ എന്നുള്ള രീതിയിൽ എയിം ചെയ്യുന്നത്. പല ആൾക്കാരും പറയും, ഇനിയിപ്പോൾ എന്തിനാ പഠിച്ചിട്ട് കാര്യം അല്ലേ, ഇങ്ങനെയാണെങ്കിൽ പഠിച്ചിട്ട് കാര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ മാറി നിൽക്കാം, പോയാൽ നമുക്ക് പോയി കേട്ടോ. കാരണം നമ്മൾ SSC നോക്കണ്ട. ഈ SSC ജോലി
പഠിച്ചിട്ട് കിട്ടാനുള്ള ജോലി നമ്മൾ നോക്കിയാൽ മതി. അത് വളരെ നല്ല ജോലിയാണ്. അപ്പോൾ ആ ഒരു ജോലി കിട്ടാൻ ഇന്നത്തെ ഈ ഒരു ടൈമിൽ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, SSC പരീക്ഷ എഴുതുക എന്നുള്ളത്. അപ്പോൾ നാളെ നമുക്ക് SSCനെ മാറ്റണോ, SSC വേറെ ഏജൻസി വരണോ, അല്ലെങ്കിൽ ഇവർ നന്നാവണം എന്നൊക്കെ നമുക്ക് വേറെ ഡിസ്കസ് ചെയ്യാം. പക്ഷേ ഇപ്പം നമ്മുടെ മുമ്പിൽ ഈ ഒരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ SSC പഠിക്കുക എന്നുള്ളത് മാത്രമേ രക്ഷയുള്ളൂ. അപ്പോൾ ചെറുതല്ല, ഒരു അത്യാവശ്യം നല്ല പ്രശ്നങ്ങൾക്ക് ഒരുപാട് SSCക്ക് ഉണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരു പരീക്ഷ അല്ലാതെ വേറെ ഓപ്ഷൻ നമ്മുടെ മുമ്പിലില്ല കേട്ടോ. അപ്പോൾ ആ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. കാരണം ജൂണിലാണ് പരീക്ഷ വരുന്നത്. നമുക്ക് വളരെ കുറച്ച് സമയം നമ്മുടെ മുമ്പിലുള്ളൂ. നിങ്ങൾ ഓൾറെഡി, പിന്നെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വർഷത്തെ പരീക്ഷയിൽ നിങ്ങൾ കോമ്പറ്റീഷൻ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ കുറച്ച് കുറവായിരിക്കും. കാരണം ഓൾറെഡി ഈ ഒരു ഫീൽഡിലുള്ള ആളുകൾ മാത്രമേ അടുത്ത വർഷത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവുള്ളൂ. കാരണം ഈ ഒരു ജൂൺ, ഏപ്രിൽ മാസങ്ങളല്ല, മാർച്ച്, ഏപ്രിൽ മാസങ്ങളിൽ ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾ അടുത്ത വർഷത്തെ കോമ്പറ്റീഷനിൽ വളരെ കുറവായിരിക്കും, ഉണ്ടാവില്ല. കാരണം അവർക്ക് 2 മാസം കൊണ്ടൊക്കെ പഠിച്ചെടുക്കുന്നതാണ് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ ഉള്ള കോമ്പറ്റീഷനിലുള്ള ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുക, അടുത്ത വർഷത്തെ പരീക്ഷയ്ക്കും കോമ്പറ്റീഷനിൽ ഉണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ഒരു എഡ്ജ് ഉണ്ട്, പുതിയ കുട്ടികൾ വരുന്നില്ല എന്നുള്ളൊരു എഡ്ജ് ഉണ്ട്. അപ്പോൾ ആ ഒരു എഡ്ജ് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ കയറിപ്പോകാം. ഇനിയും ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വീണ്ടും പഠിക്കണ്ട, സാറ് വെറുതെ പറയുകയാണ് ഞങ്ങൾ ഇനി പഠിക്കുന്നില്ല, അങ്ങനെ നിങ്ങൾ തീരുമാനിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്, വേറെ ആർക്കും നഷ്ടമല്ല. നമ്മൾ പണ്ട് വീട്ടുകാരോട് തെറ്റിയിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട് അല്ലേ? അങ്ങനെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ അന്നും നഷ്ടം നമുക്ക് മാത്രമായിരുന്നു. ഭക്ഷണം കഴിച്ചില്ല ആർക്ക് പോയി? നമുക്ക് വിശക്കുന്നു, നമ്മൾ വിശക്കുമ്പോൾ വീണ്ടും വന്ന് ഭക്ഷണം കഴിക്കും. അന്ന് പിന്നെ നമുക്ക് വിശക്കുമ്പോൾ ഒന്ന് കഴിക്കാം. പക്ഷേ ഇപ്പം നമുക്ക് പഠിക്കണം തോന്നുമ്പോൾ ചിലപ്പോൾ വരുമ്പോഴേക്കും ആ പരീക്ഷ തീർന്നിട്ടുണ്ടാവും, അടുത്ത വർഷത്തെ പരീക്ഷയായിരിക്കും പിന്നെ വരാനുള്ളത്. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ ഒരു വർഷം നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെടുത്തേണ്ടി വരും. ഇപ്പോൾ ആ സങ്കടങ്ങൾ ഇതൊക്കെ കുറച്ച് നേരം മാറ്റി നിർത്തിയിട്ട് വീണ്ടും ഒരു വർഷം കൂടെ ഒന്ന് പഠിക്കുകയാണെങ്കിൽ നമ്മളെ കൺമുന്നിൽ തന്നെ അടുത്ത പരീക്ഷ വന്ന് കിടക്കുന്നുണ്ട്. അടുത്ത മാസം മാർച്ചായി, അടുത്ത മാസം നോട്ടിഫിക്കേഷനാണ്. ഏപ്രിൽ കഴിഞ്ഞാൽ മെയ്, ജൂണിൽ പരീക്ഷയാണ് കേട്ടോ. അപ്പോൾ സങ്കടപ്പെട്ടോ കാര്യങ്ങളൊന്നും നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വിട്, ആ കാര്യങ്ങളൊക്കെ വിട്. അതിൻ്റെ പിന്നാലെ ഇനി അത് ഓടിയിട്ട് കാര്യമില്ല, കാരണം കഴിഞ്ഞു. ഇനി അതിൻ്റെ പിന്നാലെ ഇത് നമുക്ക് വെറുതെ ഗ്രൂപ്പിൽ നിങ്ങൾ പറയാമെന്നല്ലാതെ നമുക്കതിലൊരു അഡ്വാൻറ്റേജ് ഒന്നും കിട്ടാനില്ല. ആകെ ചെയ്യാനുള്ളത് അടുത്ത പരീക്ഷയ്ക്ക് പഠിക്കുക. അതല്ല, ഇനിയും താല്പര്യമില്ലാത്ത ആൾക്ക് വേറെ ഫീൽഡിലോട്ട് പോകുക എന്നുള്ളതാണ്. അത് ഈ ഫീൽഡിൽ നിൽക്കുകയാണെങ്കിൽ ഇനി പഠിച്ചേ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ റിസൾട്ട് വന്നപ്പോഴേക്കും ഗ്രൂപ്പിൽ, ഇന്ത്യക്കാരുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ കണ്ടു സ്കാം, മറ്റേത് മറിച്ച്. അപ്പം അവർക്കറിയാം നിങ്ങൾ ഈ സമയത്ത് ആ വീഡിയോ കാണും, അവരിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുന്ന അവർക്കറിയാം. അപ്പം നിങ്ങളുടെ ഇമോഷനെ, നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സിനെ അവർ ചൂഷണം ചെയ്യുക. കുറച്ച് കഴിഞ്ഞാൽ നോക്കിക്കോ, ഒരാഴ്ച കഴിഞ്ഞ് ഇവരൊന്നും ഇതിനെപ്പറ്റി ഒന്നും മിണ്ടില്ല. പിന്നെ നിങ്ങൾ ആ സങ്കടപ്പെട്ട് നിങ്ങൾ ആ വേസ്റ്റ് ആക്കുന്ന സമയം നിങ്ങൾക്ക് പോയി അത്രയും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓരോ ദിവസം വിലപ്പെട്ടത്, മാക്സിമം ഒരു 100 ദിവസമൊക്കെ നമ്മുടെ മുമ്പിലുള്ള പരീക്ഷയ്ക്ക്. ആ 100 ദിവസത്തിൽ ഓരോ ദിവസവും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പോൾ വളരെ നല്ല രീതിയിൽ അത് യൂട്ടിലൈസ് ചെയ്താൽ അടുത്ത വർഷമെങ്കിലും നമുക്ക് നല്ലൊരു വിചാരിച്ച പോസ്റ്റിലേക്ക് നമുക്ക് എത്താൻ പറ്റും കേട്ടോ. കാരണം മാറി നിന്ന് നമ്മൾ ഒരു ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കയറിപ്പോകാൻ ഇഷ്ടംപോലെ ആളുകൾ ചുറ്റുമുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ പഠിച്ചില്ലെങ്കിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് ഭയങ്കര ഒരു നല്ലൊരു എംപ്ലോയിനെ നഷ്ടപ്പെട്ടൊന്നുമില്ല. ഇഷ്ടംപോലെ ആളുകൾ, ലക്ഷക്കണക്കിന് അപ്പുറത്തെ ആളുകൾ പഠിക്കുന്നുണ്ട്. നമ്മളില്ലെങ്കിൽ നമ്മളെ കയറി പോകാൻ 10-100 ആളുകൾ വേറെയുണ്ട്. ഓക്കെ, അപ്പോൾ സങ്കടപ്പെട്ട് ഇരുന്നിട്ട് കാര്യമില്ല. സങ്കടം സ്വാഭാവികമാണ്, ഇല്ല സങ്കടപ്പെടരുത് എന്ന് ഞാൻ പറയുന്നില്ല. സങ്കടം സ്വാഭാവികമാണ്. നമ്മൾ വിചാരിച്ച പോസ്റ്റുകൾ കിട്ടാതാവുമ്പോഴും, നമ്മൾ വിചാരിച്ച റാങ്ക് ലിസ്റ്റിലേക്ക് കയറാൻ പറ്റാതാവുമ്പോഴും, പല ആളുകളുടെ സിറ്റുവേഷനൊക്കെ അങ്ങനെയാണ്. നമുക്കറിയാം, പേഴ്സണലി നമ്മൾ ഒരുപാട് പേരെ കാണുന്നതാണ്. വളരെ നല്ലൊരു ജോലി ആഗ്രഹിച്ച് വർഷങ്ങളായിട്ട് ഇതിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സങ്കടമൊക്കെ ജെന്യൂനാണ്. പല പറഞ്ഞില്ല, വിത്തുകളുടെ ക്യാൻഡിഡേറ്റ്സിൻ്റെ ഒക്കെ വളരെ സങ്കടമായിട്ടുള്ള അവസ്ഥയാണ്. പക്ഷേ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, നമ്മുടെ മുമ്പിൽ പഠിച്ചേ പറ്റൂ കേട്ടോ. അപ്പോൾ അടുത്ത പരീക്ഷയ്ക്ക് വളരെ നന്നായിട്ട് പഠിക്കുക. പിന്നെ ഞാനിത് പറയുമ്പോഴേക്കും വേറെ പല ആളുകളും തുടങ്ങും, നമുക്കിത് ബിസിനസ്സാണ് കേട്ടോ. നിങ്ങൾ എന്തോ പറഞ്ഞു, എനിക്ക് പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം കേട്ടോ. നമുക്ക് നിങ്ങളിങ്ങനെ വന്ന് പഠിച്ച് ബിസിനസ് കൂടണം അങ്ങനത്തെ ഒന്നുമില്ല. ഞാൻ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും പറയുന്നു, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിൽ ഉള്ളതുകൊണ്ട് പറയാം. വെറുതെ ഇങ്ങനെ പറഞ്ഞു നടന്നാൽ ഇപ്പം തന്നെ പഠിക്കുന്ന ഒരുപാട് പേര് വേറെ ഉണ്ട്. അപ്പം നമ്മളവിടെ സ്റ്റോപ്പായി കഴിഞ്ഞാൽ അവർ പഠിച്ച് കയറി പോകാന്നുള്ളതാണ് കേട്ടോ. അപ്പം നമ്മൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ പറയുമ്പോഴേക്കും അത് അവരിങ്ങനെയാണ്, മറ്റേ ബിസിനസ്സാണ്, മറ്റേത് മറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയാണ്. നിങ്ങളാരും ഈ പറയുന്ന ഓൾറെഡി പഠിച്ച കുട്ടികളാളുകൾ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വന്നിട്ട് പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം നിങ്ങൾ ഓൾറെഡി പഠിച്ച ആളുകളാണ്. അപ്പോൾ നിങ്ങളോട് ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്ന് നമുക്ക് എക്സ്ട്രാ അങ്ങനെ ഒരു ബെനിഫിറ്റോ കാര്യങ്ങളൊന്നും കിട്ടാനൊന്നുമില്ല. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ട് മാത്രം സ്നേഹം കൊണ്ട് പറയുകയാണ് കേട്ടോ. സ്നേഹം മാത്രം നിങ്ങളോട് പറയുകയാണ്. നിങ്ങളെ ചൂഷണം ചെയ്യാനുള്ള ആളുകളെ ചുറ്റും ഒരുപാടുണ്ടാകും. അവർ നിങ്ങളുടെ സെൻറ്റിമെൻറ്റ്സിനെ ചൂഷണം ചെയ്യുകയാണ്. അത് അവരെ മാറ്റി നിർത്തി നിങ്ങളിപ്പോൾ എനിക്കറിയാം, നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഓരോ വീഡിയോ അല്ലേ, ഇതിനുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ഒന്ന് കണ്ടാൽ സജഷൻ വന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ ഈ ഫീൽഡിലൂടെ കടന്നുപോയ ആളായതുകൊണ്ട് എനിക്ക് വളരെ നന്നായിട്ട് അറിയാതെ നമ്മളിതിനെപ്പറ്റി ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഒരുപാട് ഇല്ല ചറവറ ഒരു സബ്സ്ക്രൈബേഴ്സും ഇല്ലാത്ത ഏതെങ്കിലും ഇന്ത്യക്കാർ കടച്ചുവിടുന്ന വീഡിയോ ഒക്കെ നമ്മളിരുന്ന് കാണും. അങ്ങനെ വേസ്റ്റാക്കി കളയാൻ നമുക്ക് സമയമില്ല. അത് വിടുക കേട്ടോ. അത് വിട്ടിട്ട് വീണ്ടും അടുത്ത പരീക്ഷയ്ക്ക് പഠിച്ചു വിടുന്നത്. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാ വർഷവും നടക്കുന്നത്. ഇത്രയൊക്കെ ഉണ്ടാവാറില്ല, പക്ഷെ എന്നാലും 5-6 ക്വസ്റ്റ്യനൊക്കെ എല്ലാ വർഷവും തെറ്റുന്നൊക്കെയാണ്. ഇതൊക്കെ നന്നാക്കാൻ നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമുക്കതിനെന്താ ചർച്ച ചെയ്യുക, അല്ലെങ്കിൽ SSC റിക്വസ്റ്റ് കൊടുക്കുക എന്നുള്ളതല്ലാതെ ഇതിൽ വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇതിൽ സ്കാം നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിൽ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോർമലൈസേഷൻ പ്രക്രിയയിലേക്ക് ഒരുപാട് മാറിയിട്ടുണ്ട്. ഈ 9-10 ക്വസ്റ്റ്യൻ അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമ്പോൾ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ എത്ര മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറുന്നൊക്കെ. നല്ല രീതിയിൽ മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു പരീക്ഷയിൽ നമുക്കിനി ഒന്നും ചെയ്യാനില്ല. വരാൻ പോകുന്ന പരീക്ഷയിൽ വേണമെങ്കിൽ SSC നന്നാവാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ചെയ്യാമെന്നല്ലാതെ ഈ കഴിഞ്ഞ പരീക്ഷയിൽ ഇനിയൊന്നും
ഇതിൻ്റെ പേരിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ മുമ്പിൽ എന്താ പറയുക, എവിഡൻസ് കാര്യങ്ങളൊന്നുമില്ല. SSC വളരെ നല്ല രീതിയിലാണ്, ഒരു സ്കാമും നടക്കുന്നില്ല, SSC വളരെ നല്ല ഏജൻസിയാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മുടെ മുമ്പിൽ അങ്ങനെ വലിയൊരു വാലിഡ് പ്രൂഫോ എവിഡൻസോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. ഇപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാവാം. കാരണം നമ്മൾ കണ്ടതാണ് MTS പരീക്ഷയിലൊക്കെ ഈ സോൾവർ ഗ്യാങ് പോലത്തെ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ്. അതൊക്കെ CGL നടക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ ഈ ഒരു കാര്യത്തിൽ നമുക്കതൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, സ്കാമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും SSCൻ്റെ ഇറസ്പോൺസിബിലിറ്റിയാണ്. അവർ കാരണം SSCൻ്റെ പറയാൻ പറ്റില്ല, ക്വസ്റ്റ്യൻ ഇടുന്ന ആരാണോ അവരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ച റെസ്പോൺസിബിലിറ്റി, അവരെ മാറ്റുക എന്നുള്ളതാണ് ഇനി ഒരു മെയിനായിട്ട് ചെയ്യാനുള്ളത്. അത് ക്വസ്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ശരിയാക്കാനും ഇതുപോലെ നല്ല നല്ല ക്വസ്റ്റ്യൻ ഇടാനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. എനിക്കൊന്ന് TCS ആണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നെങ്കിൽ അവർ മാറി നിൽക്കട്ടെ, അവർ ബാക്കിയുള്ള സപ്ലൈ ചെയ്യട്ടെ. അതായത് ടെക്നിക്കൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ലാബുകളോ കാര്യങ്ങളോ സപ്പോർട്ട് ചെയ്യട്ടെ. ക്വസ്റ്റ്യൻ ഇടുന്നത് വേറെ നല്ല വിവരമുള്ള ഏതെങ്കിലും ടീമോ കാര്യങ്ങളോ അവരെ ഏൽപ്പിച്ചിട്ട് അവർ ഇടട്ടെ എന്നുള്ളതാണ് എനിക്ക് ഒരു ആവശ്യത്തിൽ പറയാനുള്ളത്. പക്ഷേ ഏറ്റവും നിങ്ങൾക്ക് നല്ലതിന് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. കാരണം 3 മാസം കഴിഞ്ഞാൽ പരീക്ഷയാണ്. കൂടുതൽ ആരോ നിങ്ങൾ പറയാനോ, നിങ്ങൾ 10ാം ക്ലാസ്സിൽ ഇരുന്നപ്പോൾ പഠിക്കുന്ന പോലെ പഠിക്കുന്നു പറയാനൊന്നും SSC ഫീൽഡിൽ ആരും ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനുള്ള എന്തെങ്കിലും ഹെൽപ്പോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിന് ഏത് തരം ഹെൽപ്പിന് വേണമെങ്കിലും നമ്മൾ റെഡിയാണ്. ഓക്കെ, താങ്ക് യു.